I know that you love me, darling, you don't have to say it. You know you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. Take me there, I know this journey ends. Wake me up. I need to breathe again. I need a breathe again. Sita மதுரை மடியினில் ராதா ரகசிய மதுரை மடியினில் ராதா ரகசிய காதல் கண்ணனில் ராதா ரகசிய ராதா ரகசிய மதுரை மடியினில் ராதா ரகசிய மதுரை மடியினில் ராதா ரகசிய காதல் கண்ணனில் ராதா ரகசிய வாழ்க்கைய கடந்து வாழ வேண்டும் என்னிலே உடல் உயிர் உன் மனம் அரசிய மனம் அடைந்து வாழ வேண்டும் நான் என்றும் நல்வாழ்வு நினைக்கும் என் மனம் மறையாதே என் கனவே காற்றாக நீ இருப்பாய் நீ எந்த அருகினில் வா மறையாதே என் கனவே காற்றாக நீ இருப்பாய் நீ எந்த அருகினில் வா भक्त जन परिपाल भरित शरजाल मुक्ति मुक्ति दलील भूदेव पाल सीता Take me there, I know this journey ends. Wake me up. I need to breathe again. I need a வாழ்க்கைய இதும் கடந்து வாழ வேண்டும் என்னிலே உடல் உயிர் உன் மனம் അതവിടെ വെച്ചാ മതി. ഇല്ലല്ല, ഫുഡ് കൊടുക്കുന്നിടത്ത് ആളില്ല. ചെല്ലു. ഡാ, എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് നേരെ പിടിച്ച് കെട്ടറാ. സമയമായി, പിള്ളേരിപ്പ വരും. അങ്കിളെ, സണിചായനെ കണ്ടായിരുന്നോ?
ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണൂടാ. രാവിലെ തൊട്ട് കല്യാണത്തിന് ഓടിപ്പാഞ്ഞ് നടക്കയില്ലേ അവൻ. ഈ റിസപ്ഷൻ ടൈമിലെങ്കിലും വെളിച്ചത്തും വെട്ടത്തും കണ്ടാ മതിയായിരുന്നു ചെറുക്കനെ. എവിടെ പോയി കിടക്കുവാണ് ഓർത്തു. സണ്ണീടാ ഇവിടെയും കാണും, നീ ഒന്ന് പോയി നോക്ക്. ആ ശരി അങ്കിളെ. അങ്കിളെ ലെവിനെ കണ്ടായിരുന്നോ? ഓ ഇതെന്തുവാ ഇത്, ഒന്ന് പോകുമ്പോ ഒന്നോ? നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് തിരക്കി കിടക്കുവാണോ? അവ ഇപ്പോഴല്ലേ എന്റെ അടുത്ത് വന്നിരുന്നോ അങ്ങോട്ട് പോയത്? സണ്ണിയെ തിരക്കി. അങ്ങോട്ട് പോയി നോക്കടാ. ഇച്ചായ ഈശ എവിടെ? ഓ ഇതാ വീണ്ടും അടുത്തവൻ. എടാ നിന്റെയൊക്കെ കുഴപ്പം എന്താ? ഇവിടെ 10,000 ആൾക്കാരും അവരൊക്കെ എവിടെയാ നോക്കാനാണോ ഈ അഗസ്റ്റ് ഇവിടെ നിൽക്കുന്നത്? അല്ലല്ലോ. എടാ നിന്നെ തിരക്കുന്ന ഒരുത്തൻ വന്നു, അവനെ തിരക്കി വേറൊരുത്തൻ വന്നു, ഇപ്പൊ നീ ഈശയെ തിരക്കി വന്നിരിക്കുന്നത്. ഈശമോൾ അവളുടെയും കാണും, പുറകിലാകണം. നീ അങ്ങോട്ട് പോയി നോക്കാൻ നോക്ക്. എന്റെ അടുത്ത് തന്നെ എല്ലാം വന്ന് ചോദിക്കുന്നു. അതെ ലൂക്ക, കല്യാണത്തിന് പോലും എനിക്ക് ഇത്ര പേടിയില്ലായിരുന്നു. പക്ഷേ ഈ റിസപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അടുത്തൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കത്തില്ലേ, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടാ. ഓ എൻ്റെ പൊന്ന് കാശി, നീ പേടിക്കൊന്നും വേണ്ട. എടാ കല്യാണം എന്ന് പറയുന്ന ആ വലിയൊരു സംഭവം കഴിഞ്ഞില്ലേ, ഇത് വെറും പാർട്ടി. 2-3 പേരും കാണും, നമ്മുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ആണ്, നമ്മുടെ റിലേറ്റീവ്സ് ആണ്, ബ്രദേഴ്സ് ആണ്, അവരൊക്കെയല്ലേ കാണത്തുള്ളൂ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എല്ലാം കഴിഞ്ഞടാ, ഇനി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് മാത്രമേ ഉള്ളൂ. അയ്യോ എന്തായിരുന്നു കേട്ടില്ല? ഫസ്റ്റ് നൈറ്റ് അല്ലേ? അയ്യോ സോറി, എണ്ണ മറന്ന് എത്രാത്ത നൈറ്റാണെന്നോ എനിക്ക് തന്നെ അറിയത്തില്ല. എന്തായാലും ഇനി അത് മാത്രമേ ഉള്ളൂ. നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കണം, നമുക്ക് അടിച്ചു പൊളിക്കണം രാത്രി. ആ അതെ, അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നീ എന്നോട് കല്ലുവിൻ്റെ കാര്യം മറച്ചു വെച്ചു. ഞാൻ ഇവിടെ വന്ന് അത്രയും ദിവസം കഴിഞ്ഞിട്ടെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ എത്ര ദിവസം നിന്നോട് പറഞ്ഞു അവളെ നോക്കാൻ പോവാം, അവളെ അന്വേഷിക്കാൻ പോവാം, പത്രത്തിൽ കൊടുക്കുക, എന്നിട്ടൊന്നും നീ പറഞ്ഞില്ല. ഹെഡ് ലാസ്റ്റ് അവൾ സ്കൂളിൽ നിന്ന് ട്രിപ്പും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവളെ നേരിട്ട് കണ്ടപ്പോൾ സർപ്രൈസ് പോലും അവൻ്റെ. ഓ എൻ്റെ പൊന്ന് കാശി, എടാ അത് കഴിഞ്ഞില്ലേ? എടാ അതും കഴിഞ്ഞ് നമ്മുടെ കല്യാണവും കഴിഞ്ഞ് ഇനിയും നീ അത് കളഞ്ഞില്ലേ? എടാ അതുവിനെ ഞാൻ പറഞ്ഞില്ലേ, അത് അമ്മ അവളെ അവിടെ നിന്ന് ഓഫനേജിൽ നിന്ന് ദത്തെടുത്തത്. എന്നിട്ട് പിന്നെ എനിക്ക് നീ വന്നപ്പോഴേ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, അവൾ എന്തായാലും സ്കൂളിൽ നിന്ന് ഇതിന് പോയേക്കാണല്ലോ, അപ്പോൾ തിരിച്ചു വരുമ്പോൾ നിനക്കൊരു സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാ ഞാൻ ഒന്നും മിണ്ടാത്ത. പിന്നെ കല്ലു അറിഞ്ഞില്ലല്ലോ നീ വന്ന കാര്യം, അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാണ് സർപ്രൈസ് മുമ്പേ പൊളിക്കുന്നത്? ഓ റിയലി? എന്നാൽ നീ ആ സർപ്രൈസ് പൊളിക്കണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ മാത്രം ടെൻഷൻ അടിച്ചതെന്ന് നിനക്കറിയോ? അതൊന്നും അറിയണ്ടല്ലോ, കാണിച്ചു തരാൻ നടക്കുന്നേ ഫസ്റ്റ് നൈറ്റ്. എടാ ഓ എൻ്റെ ഫസ്റ്റ് നൈറ്റ് വെള്ളത്തിലായി. എനിക്കെന്തിൻ്റെ കേടായിരുന്നു. ഓ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലേ? പീറ്ററെ ഇത്തി പറഞ്ഞു കൊടുക്ക്, ഞാൻ അവനെ പോയി ഒന്ന് മെരിക്കട്ടെ. ആ അത് ഞാൻ പറഞ്ഞു കൊടുക്കാം, നീ ചെല്ല്. ഇല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് വെള്ളത്തിലാവും, ഓടിക്കോ. അതായത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, വേറൊന്നുമല്ല. അന്ന് യവന്മാരെ മിസ്സായ ടൈമിൽ, അതായത് യവന്മാർ മരിച്ചു എന്നറിഞ്ഞ ടൈമിൽ കാശിക്ക് ഒരു പെങ്ങളുള്ള കാര്യം ഞങ്ങൾക്കറിയായിരുന്നു. അങ്ങനെ അവളെ ഓഫനേജിൽ നിന്ന് ദത്തെടുത്തത് അമ്മയാണ്, അതായത് ഇഷാമ്മ. പക്ഷെ അത് കാശി അറിഞ്ഞില്ല. സത്യം പറയാലോ, ആ പോയ ലൂക്ക പോലും അറിഞ്ഞില്ല. എങ്ങനെ അറിയാനാ കഥവും പൂട്ടി അകത്ത് കയറിയിരുന്ന. അന്ന് കാശി കല്ലൂരെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നവും ബഹളവും എല്ലാം ഉണ്ടാക്കി. അവന് ഹാപ്പി ആയെങ്കിലും കല്ലു കിട്ടാത്തതിൻ്റെ സങ്കടം കാശിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ടൈമിലാണ് കല്ലു പെട്ടെന്ന് ഒരു ദിവസം വന്ന് പൊട്ടി മുളച്ച് കാറിൽ നിന്ന് വന്ന് ഇറങ്ങിയത്. അന്ന് കാശി നല്ല ഷോക്കായി. പക്ഷേ അവന് ദേഷ്യം വേറൊന്നുമല്ല. ലൂക്ക പോലും അവനോട് കല്ലുവിനെ ഞങ്ങളാണ് അഡോപ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞില്ല. അതിൻ്റെ പുകിലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ കല്ലുവിനെ എന്ന് കാശി കണ്ട് ഈ പ്രശ്നം തുടങ്ങിയോ അന്ന് തൊട്ട് തുടങ്ങിയ അടിയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞു, ഇനി എന്താവോ എന്തോ, കണ്ടറിയാം. ഞാൻ പറയട്ടെ? ഒന്ന് പോണോ? പറയാൻ വന്നേക്കുന്നു. വജ്ജത്തെ ശല്യവത്തായി. എത്ര നാളായിട്ട് തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ പറയാൻ നടക്കരുതെന്ന്. മോശം. ഒരേക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇങ്ങനെ പിറകെ നടന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സ്നേഹമൊന്നും വരാൻ പോകുന്നില്ല. എന്തെങ്കിലും വരുമല്ലോ, അതുവരെ I can wait. Anyway, thanks. ഇത്രയും പറഞ്ഞതിന്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പറയാമേ. ആ നിങ്ങൾ ഞെട്ടിയില്ലേ? ഞെട്ടണ്ട. ഈ കാഴ്ചയൊക്കെ ഇപ്പൊ ഇവിടെ സ്ഥിരവാ. ആ എന്നെ മനസ്സിലായില്ല, അബീനെ എന്നെ മാറിപ്പോലെ. ഞാൻ റാമാണ്. ഇപ്പോഴും ലൂയിസ് അബിയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ അനിയനായോണ്ട് പറയല്ല, വല്ലാത്ത തൊലിക്കെട്ടിയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ അവന്റെ മനസ്സിൽ ചെറുതായിട്ടൊരു ഇളക്കമൊക്കെ ഉണ്ട്, അതവ എന്നോട് പറഞ്ഞതുവാ. അവനല്ലെങ്കിലും അവന് ഇഷ്ടമാ. പിന്നെ അവൻ ചെയ്ത കറാമ്പറപ്പിന് ഇത്രയെങ്കിലും ഒക്കെ കാണിക്കണ്ടേ? ആ മോനെ റാമേ, ഇമാനുവലിനെ കണ്ടായിരുന്നു മോനെ? ആ പിറകിൽ കുറച്ച് പേര് എന്തോ ഫണ്ടിന്റെ സെറ്റിൽമെന്റിന് വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഫണ്ടിന്റെ കാര്യമൊക്കെ ഇമാനുവൽ അയച്ചത്, അവനെ കണ്ടായിരുന്നോ? ഇല്ല ആന്റി, ഞാൻ കണ്ടില്ല. ഇവിടെ എങ്ങാനും കാണും, ഓടിക്കൊണ്ട് നടക്കുമായിരിക്കും.
ആ ശരി മോനെ എന്നാലും ഇതെവിടെ പോയി? ഇമോ, നിന്നെ അമ്മ അന്വേഷിച്ചു നടക്കുന്നുണ്ടായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യാ? എന്റെ പൊന്നലിയോ, നിനക്ക് വല്ല കണ്ടുകൂടായ്മ വല്ലതും ഉണ്ടോ? ഞാനിവിടെ എന്ത് ചെയ്യാന്ന് കണ്ടില്ലേ? ഇവർക്കൊക്കെ പൈസ കൊടുക്കുക. റിസപ്ഷൻ ഓൾമോസ്റ്റ് ഡണ്ണാണ്. കഴിഞ്ഞു. ഇനി ഇവർക്കൊക്കെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ട ജോലിയൊക്കെ എന്റെ തലയിലല്ലേ വെച്ച് തന്നേക്കുന്ന എല്ലാവരും കൂടെ. നിങ്ങൾ സഹോദരങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നോ? എല്ലാം എന്റെ തലയിൽ. അതുവരെ നമുക്ക് വയസ്സില്ല. നമ്മുടെ കല്യാണത്തിന് യവന്മാരൊക്കെ ഓടിക്കൊണ്ട് നടന്നതാ, അറിയാലോ. ലൂക്ക ഒഴിച്ച് ബാക്കി എല്ലാം ഓടി നടന്ന് നല്ലപോലെ അധ്വാനിച്ചതാ. അതുകൊണ്ട് തിരിച്ചും ചെയ്തു കൊടുത്തേ പറ്റും. അപ്പൊ മോൻ ഇതൊന്നും ചെയ്യാൻ നോക്ക്. ഞാനേ അങ്ങ് റൂമിൽ കാണും. ഓ ആയിക്കോട്ടെ. ഇത്രയും പറയാൻ ഇവിടം വരെ കഷ്ടപ്പെട്ട് വരണ്ടായിരുന്നല്ലോ. കോലമോട. അബി, നീ ഇന്ന് ഇവിടെയല്ലേ കൂടുന്നത്? അതോ അങ്ങ് വീട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല, അബീന്ന് ഇവിടെയാ. അല്ലേടാ? ഒന്നുകൂടാ, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ വീട്ടിൽ പോവുക. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞല്ലോ, ഞാൻ പോവുക. ഇപ്പോൾ ഇവിടെ നിൽക്കാം, കാത്തിരുന്നോ? പോരാതിൻ്റെ ഇതാ വരുന്നുണ്ട്. ഞാൻ പോവാ. ശരി, ഗുഡ് നൈറ്റ്. ഹാപ്പി വെഡ്ഡിങ് ഡേ. ഇതാ പോയി. എൻ്റെ പൊന്നു ലൂയിസേ, നീ അവനെ മെരുക്കിയെടുക്കാൻ കുറച്ച് പാടുപെടും. ഇതിപ്പോൾ കുറേ ആയല്ലോടാ. 6-7 മാസം കൊണ്ട് നീ അവൻ്റെ പിറകെയല്ലേ. വല്ലതും നടന്നോ? ഇല്ലല്ലോ, നടക്കാനും പോകുന്നില്ല. അത്രയ്ക്കല്ലേ നീ കാണിച്ചു കൂട്ടിയത്. വേണം, ഇത് നീ അനുഭവിക്കേണ്ടത് തന്നെയാണ്. നോക്ക് പീറ്ററെ, എനിക്ക് ശരിയാ, അവൻ വഴങ്ങുന്നില്ല തന്നെ. പക്ഷെ നീ എന്നെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് പ്ലീസ്. തൊഴുവാ. എന്റെ പൊന്നു ലൂയിസ് ചായ, ഇവരാരും പറഞ്ഞ ഐഡിയ ഒന്നും ഏറ്റില്ലല്ലോ. ഇനി ഈ ലെവിൻ പറയുന്ന ഐഡിയ കൂടെ ലൂയിസ് ചാൻ ഒന്ന് ചെയ്തു നോക്കും. ഇളയതാന്ന് പറഞ്ഞ് ഞാൻ പല ഐഡിയ പറയാൻ വന്നപ്പോഴും നിങ്ങളൊക്കെ എന്നെ മാറ്റി നിർത്തി. ഇനി ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ അവശേഷിക്കുന്നത്. അഗസ്റ്റിനി ചായം വരെ ഐഡിയ പറഞ്ഞു തന്നു, സണ്ണി ചായം വരെ പറഞ്ഞു തന്നു. ഇനി ഞാനും കൂടെ പറഞ്ഞ ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. അപ്പോ ഞാനായിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. അത് ചെയ്തു നോക്ക്. ഏക്കോന്ന് എനിക്കറിയത്തില്ല. ബെസ്റ്റ്. മരപ്പൊട്ടനും പൊട്ടനും കൂടെ ചേരുമ്പോൾ ബെഗ് കുശാലായിരിക്കും. ചെന്നോ പോയി ഐഡിയ കേട്ടോ. അറ്റ് ലാസ്റ്റ് അവൻ്റെ കയ്യിൽ നിന്ന് ഇനി അടിയും കൂടെ കൊണ്ടുകൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. അല്ല, ഇനിയിപ്പോൾ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീട്ടിലോട്ട് പോവല്ലേ? ഇനി നേരെ വീട്ടിലോട്ടാ അല്ലേ കുഞ്ഞ്? അപ്പോഴത്തേനും ഒരു കാര്യം ചെയ്യാം. എല്ലാവരും ഓരോ കാറിലോട്ടായിട്ട് അങ്ങ് വീട്ടിലോട്ട് വിട്ടോ. ഞാൻ ഇവിടെ വെറുതെ സെറ്റിൽ ചെയ്തിട്ട് ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് അങ്ങ് പോവാം. അല്ലേ ചായ, ഈ ചായ ഒറ്റയ്ക്ക് ഞാനും കൂടെ നിക്കാം. വേണ്ടടി ഈശേ, ഞാനിവിടെ ഉണ്ടല്ലോ. ഇച്ചാനോടെ ഞാൻ നിന്നോളാം. നീ വിട്ടോ. യവന്മാരെല്ലാം അരിപ്പറക്കി കൊണ്ടുപോവാൻ നോക്ക്. ശരി സണ്ണി ചായ, എന്നാ ഇതൊക്കെ അങ്ങ് തീർത്തേച്ച് ഇച്ചാരങ്ങ് വന്നാ മതി. ഞങ്ങളന്ന് ഇറങ്ങുക. പിള്ളേരെ ഇറങ്ങാൻ നോക്കും. എങ്ങനുണ്ട് എന്റെ ഐഡിയ? എടാ ഭയങ്കര. നീയാ എന്റെ പഴയ അനിയ മൂക്കളെ ഒലിപ്പിച്ചിടുന്ന ലെവിൻ തന്നെ അല്ലേ? എടാ, നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? എന്നാലും നിനക്കിതൊക്കെ എങ്ങനെ അറിയാടാ? റൊമാൻസ് അവന്റെ അമ്മൂമ്മയുടെ. ഇനിയിപ്പൊ നീ പറഞ്ഞ ചെയ്ത് നോക്കിയില്ലാന്ന് വേണ്ട. എന്നാൽ ഈ പാതിരാത്രി ലൂയിസ് ചായ മൊണ്ടി അടിക്കില്ലേ? പാതിരാത്രി കൂതിരാത്രി ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, സാധനം ഞാൻ എത്തിച്ചേരും. എടുത്തടിക്കുക, അടിച്ച് പൂക്കുറ്റിയാവുക, അങ്ങേരെ വീട്ടിൽ പോവുക, പറയാനുള്ളതെല്ലാം പറഞ്ഞില്ല വേണ്ട. അങ്ങേർക്ക് എന്തായാലും നിങ്ങളെ ഇഷ്ടം. അബിയേട്ടന് ഇഷ്ടം എന്നുള്ള കാര്യം 100% ഉറപ്പാ. അതുപോലെ നിങ്ങൾക്ക് അങ്ങേരെ ഇഷ്ടമാണ്. എന്നോ ഒരു അബദ്ധം പറ്റി, ഇല്ല എന്ന് പറയുന്നില്ല. ഈ കാണുന്നവരെല്ലാരും നിങ്ങളെ ഒരുപാട് ദ്രാവ്യത എന്നും പറഞ്ഞ് ഇഷ്ടമല്ലാതാവോ? നിങ്ങൾ പോവാൻ നോക്ക്, രണ്ടും കൽപ്പിച്ച്. ഇനി എന്റെ ഐഡിയയും കൂടെ ചെയ്തില്ല എന്ന് വേണ്ടല്ലോ, പോയി നോക്ക്. ചിലപ്പോ 100-ൽ 1% ചാൻസ് ഉണ്ട്. 1%? എടാ, കരുനാക്കിട്ടൊന്നും പറയല്ലേടാ. 1% പോലും. ഉള്ള കോൺഫിഡൻസ് കൂടെ പോയി. അങ്ങനെയല്ല, നടക്കാതിരിക്കാൻ 1% ചാൻസ് ഉള്ളതെന്നാ പറഞ്ഞത്. ഒരു കോൺഫിഡൻസ് പോയില്ല. എന്റെ ചാൻ ധൈര്യമായിട്ട് പോകും. ഇതിന് നമ്മൾ സെറ്റാക്കും. പോയിട്ടോ. സെറ്റായാൽ മതിയായിരുന്നു. ഇനി അവന്റെ നടിയും കൂടെ കൊള്ളാവുള്ളൂ. വായിരിക്കുന്ന എല്ലാം കേട്ടു. എന്തായാലും ആവട്ടെ, ഇതും കൂടെ ചെയ്തിട്ട് തന്നെ എനിക്ക് കാര്യം. എല്ലാരും വന്നല്ലോ. അതെ, എല്ലാവർക്കും പോയി നേരത്തെ ഒക്കെ കിടക്കാൻ നോക്ക്. 2-3 ദിവസം കൊണ്ട് കല്യാണം, പാച്ചിൽ, ഓട്ടോ എന്നും പറഞ്ഞ് ഒരേ ഓട്ടം അല്ലായിരുന്നോ? പോയി കിടന്നോ. അപ്പോ കാശിയുടെ ലൂക്കയുടെ റൂം മേളിൽ റെഡിയാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കോട്ടാ. ലെവിനെ, അവ എവിടെ? ലൂയിസ് എവിടെ? ലൂയിസ് ചാൻ ഇപ്പൊ വരും. അവന് വേറെ എവിടെ പോവാണ്ടെന്ന് പറഞ്ഞു. എവിടെയാന്ന് പറഞ്ഞില്ല, ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ലെവിനെ, ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ഓന കുരുട്ട് തലയ്ക്കകത്ത് തോന്നുന്ന എന്തെങ്കിലും കുരുട്ട് ബുദ്ധി ആ ചെറുക്കന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനങ്ങനെ പോയി അബിയുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ടിട്ട് അങ്ങനെ വരണം. നിന്നെ ഇവിടെ ഞാൻ അടിക്കും, പറഞ്ഞില്ലാന്ന് വേണ്ട.
അല്ലെങ്കിൽ ആ ചെക്കന്റെ പിറകെ കിടന്ന് ഇനി വായിരിക്കുന്ന കേൾക്കാനും കൊള്ളാനും ഒന്നുമില്ല. ഇനി അടിയും കൂടെ കൊള്ളാവുള്ളൂ. അതും കൂടെ നീ കാരണം കൊണ്ടിട്ടാണ് വരുന്നേക്ക്. അവന്റെ നിന്നും കിട്ടും, നിനക്ക് ദൈവന്മാരെന്നും കിട്ടും, എന്റെ നിന്നും കിട്ടും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് ഈ നിൽക്കുന്ന ലെവന്മാരെ വിശ്വസിച്ചില്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം. എന്റെ ബുദ്ധി ഏറ്റിരിക്കും. ഇത് ലെവിന്റെ വാക്കാ. കണ്ടറിയാം. എന്ത് കണ്ടറിയാന്ന്? താൻ കണ്ടോടാ പീറ്ററെ എന്താ നടക്കാൻ പോകുന്നത്? ഹോ, ഞാൻ പോവാ. ലെവിനെ നിക്ക്, ഞാനെന്നാലും പോയി കണ്ടിട്ട് വരാവേ. ഓ വന്നെ പോന്ന് പോക്കണ്ടില്ലേ. നിങ്ങളൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കാ. പോയി കിടന്നേ അവരുടെ റൂമില്. നീ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാണ്. ഓ എനിക്ക് ഇനി ഇവിടെ ചെയ്തു തീർക്കാൻ ജോലി ഉണ്ടല്ലോ ദൈവമേ.